BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് കോൺഗ്രസും ലീഗും തമ്മിലാണ് ഡീൽ. ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കം 6 മന്ത്രിമാരുണ്ടാകും. അപ്പോൾ അതായത് ഒരു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ എന്ന് പറയാൻ കഴിയില്ല, അവർക്ക് നിർണായകമായ സ്വാധീനമുള്ള അല്ലെങ്കിൽ അവർക്കൊരു മേൽക്കൈയുള്ള അവർ നയിക്കുന്ന രീതിയിലുള്ള ഒരു സർക്കാർ വരാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ കൊടുക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് ലക്ഷ്യം വെക്കുന്നത് ഒരു സാമുദായിക ധ്രുവീകരണമാണ്. കേരളത്തിൽ ഒരു മുസ്ലിം ഭരണം വരാൻ പോകുന്നു എന്നുള്ള ഒരു ഡോഗ് വിസിൽ എന്നൊക്കെ നമ്മൾ. പക്ഷേ അത് അവർക്ക് നേട്ടം ഉണ്ടാക്കാനാണോ? അവർക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ചില മണ്ഡലങ്ങളിലൊക്കെ, മലബാർ മണ്ഡലങ്ങളിലൊക്കെ BJP പ്രസൻസിന് വേണ്ടി മാത്രമാണ് മത്സരിക്കുന്നത്. അതിനപ്പുറത്ത് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ നേരിടുന്ന മണ്ഡലങ്ങൾ വളരെ കുറവാണ്. കാസർഗോഡ്, മഞ്ചേശ്വരം ഒഴിച്ചാൽ അങ്ങനെ ഒരു വിജയത്തിലേക്ക് പോകുന്ന പെർഫോമൻസ് BJP കാഴ്ചവെക്കേണ്ട കാര്യമില്ല. സോ ഇവിടെ ഇപ്പോൾ ഈ ഉപമുഖ്യമന്ത്രി, മന്ത്രിസ്ഥാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇലക്ഷൻ ബസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പാണക്കാട് തറവാട്ടിൽ പോയിരുന്നു. സാദിഖ് അലി തങ്ങളോടും മുനവർ അലി തങ്ങളോടും ഈ ചോദ്യം ചോദിച്ചു. ലീഗ് ഒരു കാരണവശാലും ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് അല്ലെങ്കിൽ മുന്നണി തീരുമാനിച്ച് തന്നാൽ അതൊക്കെ അത് സ്വീകരിക്കാം. അതല്ലാതെ ഉപമുഖ്യമന്ത്രി പദം എന്ന ഡിമാൻഡ് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. മുമ്പ് CH മുഹമ്മദ് കോയയും ഔക്കാദർ കുട്ടി നഹയൊക്കെ ആ പദവി അലങ്കരിച്ചിട്ടുണ്ടെന്ന പശ്ചാത്തലം പോലും ഇരിക്കുമ്പോൾ ലീഗിന് അങ്ങനെ ഡിമാൻഡില്ല. മന്ത്രിമാരുടെ കാര്യം അത് PK കുഞ്ഞാലിക്കുട്ടിയോടും ചോദിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയോടും അതുപോലെ തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങളോടും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, മുമ്പ് എങ്ങനെയാണ്, അതായത് UDF ജയിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു അത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരാണ് അവസാനമായി ലീഗ് മന്ത്രിമാരുണ്ടായിരുന്ന മന്ത്രിസഭ. ആ മന്ത്രിസഭയിൽ 5 മന്ത്രിമാരായിരുന്നു മുസ്ലിം ലീഗിന്. അതായത് ജയിച്ചു വന്നാൽ 5 മന്ത്രിമാർ. ആ സ്റ്റാറ്റസ് കോ തുടരും, അതിൽ യാതൊരു മാറ്റവുമില്ല. ഉപമുഖ്യമന്ത്രി പദമോ അഡീഷണൽ മന്ത്രിസ്ഥാനമോ ഞങ്ങൾ ചോദിക്കില്ല എന്നുള്ളതാണ് ലീഗ് ആവർത്തിച്ച്. ഞാൻ തന്നെ 3 പ്രമുഖ ലീഗ് നേതാക്കളോട് ചോദിച്ചപ്പോൾ അവർ ഓൺ റെക്കോർഡ് പറഞ്ഞത് ഇല്ല എന്നുള്ളതാണ്. ഈ ഫലമെല്ലാം വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികം മന്ത്രിസ്ഥാനം വേണ്ട എന്നൊക്കെ പറയുന്നത് പോലെ ഈ കോൺഗ്രസ് മുന്നിൽ നിൽക്കും. ഞങ്ങൾ ഒരു വളരെ നല്ല അച്ചടക്കമുള്ള ഒരു തരത്തിലും സമ്മർദ്ദം ചെലുത്താത്ത ഘടകകക്ഷിയായിട്ട് മാത്രം നിൽക്കും എന്നുള്ളതായിരിക്കുമോ മുസ്ലിം ലീഗിന്റെ നിലപാട്? അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലീഗ് ഒരു ചാമ്പ്യൻ ആയിരിക്കും. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതിലേറ്റവും ചാമ്പ്യൻ ലീഗ് തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ തന്നെ ആ ഒരു ട്രെൻഡ് UDFന് അനുകൂലമാകും. നമ്മൾ കണക്കൂട്ടുമ്പോൾ തന്നെ ട്രെൻഡ് അനുകൂലമാവുകയാണെങ്കിൽ മലബാറിലെ വലിയൊരു അവർ മത്സരിക്കുന്ന മിക്കവാറും ഒട്ടുമിക്ക എല്ലാ സീറ്റും ജയിച്ചുകൊണ്ടായിരിക്കും ലീഗ് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിന് രാഷ്ട്രീയ ചില നീക്കങ്ങളുണ്ടല്ലോ, UDFന്റെ അണിയറ നീക്കങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും മറ്റ് ഘടകകക്ഷികളൊക്കെ ലീഗിന് കൊടുക്കണം എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യപ്പെടുകയും ലീഗ് ആവശ്യപ്പെടണമെന്നില്ല. ഒരു നാടകീയ സിറ്റുവേഷനൊക്കെ വന്ന് ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി, ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, PK കുഞ്ഞാലിക്കുട്ടിക്ക് അത്തരം ഒരു സ്ഥാനം വേണം എന്ന്, അത് അദ്ദേഹത്തിന് അർഹതയുണ്ട് എന്ന് കരുതുന്നവരാണ് ലീഗ് നേതൃത്വം. ഞാൻ പക്ഷേ ഈ വിഷയത്തെ വേറൊരു രീതിയിലാണ് കാണുന്നത്. കാരണം ഈ BJP അവരുടെ ലാസ്റ്റ് ഫേസിൽ അവരുടെ സ്ട്രാറ്റജിയിൽ ചെറിയൊരു മാറ്റം വരുത്തി എന്നാണ് ഞാനിതിനെ. കഴിഞ്ഞ ദിവസം മാതൃഭൂമി.comന് ബിജു പങ്കജിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് UDF 60 സീറ്റ് കടക്കില്ല, 40 സീറ്റിൽ ഒതുങ്ങും എന്നാണ് പറഞ്ഞത്. ഞാൻ അതല്ല, ഇപ്പം ഈ 2-3 ദിവസമായിട്ട് BJP പറയുന്ന കാര്യങ്ങൾ, അത് FCRA ചർച്ച ഉയർന്നു വന്നതിന് ശേഷം ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ BJPക്കെതിരെ സംസാരിച്ചതിന് ശേഷം ആണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ മാറ്റം എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് തുടങ്ങുന്നത് ശ്രീലേഖയുടെ ലവ് ജിഹാദിൽ നിന്നാണ്. തിരുവനന്തപുരത്ത് ഒരു വേദിയിൽ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നു. പെട്ടെന്ന് അത് വലിയ വാർത്തയാകുന്നു. ശ്രീലേഖ പറയുന്നതിനെ മറ്റു ചില നേതാക്കളൊക്കെ ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നു. പിന്നീട് ഇന്നലെ കാട്ടാക്കടയിൽ കൃഷ്ണദാസും ഈ ലവ് ജിഹാദിനെ കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്നു. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു വിഷയം, മുസ്ലിം ലീഗ് വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും 5-6 മന്ത്രിമാരും അവർ കൊണ്ടുപോകും എന്നുള്ള സ്ഥാനം. നോക്കൂ, ഈ 2021 ഈ അധികാര തുടർച്ച LDFന് സമ്മാനിച്ചതിൽ ഒരു കാരണം ലീഗിൻ്റെ അപ്രമാദിത്വം UDF വന്നാൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രചരണം കൂടിയായിരുന്നു എന്നാണ് പൊതുവെ വന്നിരിക്കുന്ന വിലയിരുത്തൽ. അപ്പോൾ FCRAയിൽ ഉണ്ടായിരിക്കുന്ന ഡാമേജ്, ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ട് വലിയ തോതിൽ BJPയിലേക്ക് വരുമെന്ന് കരുതിയിരുന്ന ഘട്ടത്തിലാണ് FCRA വന്നത്. അതിനൊരു മാറ്റമുണ്ടാകും, അത് ആ വോട്ടെല്ലാം BJPക്ക് കൈമോശം വരാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അന്ന് ഉന്നയിക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അന്ന് ആശങ്കപ്പെടുത്തിയിരുന്ന കാര്യം, ആ വിഷയം ഒന്ന് BJP എടുത്തിട്ട് നോക്കുകയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ മറ്റാരുമായിട്ടാണ് കോൺഗ്രസ് ഉണ്ടാക്കേണ്ടത്? പൊളിറ്റിക്സ് പറയുന്നതിൽ അല്ലെങ്കിൽ കൃത്യമായി അത് അവതരിപ്പിക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി അത് പറയും. അനന്തൻ ക്ലിയർ ആയി പറഞ്ഞു. അത്ര പോലും രാജീവ് ചന്ദ്രശേഖറിന് ഒരു പക്ഷേ പറയാൻ കഴിഞ്ഞു എന്ന് എനിക്ക് സംശയമാണ്. പ്രതികരണം കേട്ട സമയത്ത് എനിക്ക് തോന്നിയത്.
ഒരു വെപ്രാളം, എന്നാൽ ഇത് കൂടി ഒന്ന് പയറ്റി നോക്കാം. ഇപ്പൊ ലവ് ജിഹാദ് മാത്രമല്ല, ബിസിനസ് ജിഹാദ്, ഭൂമി ജിഹാദ്, അങ്ങനെ കുറെ വാക്കുകൾ ശോഭാ കരന്തലജയൊക്കെ വന്ന് ഇറക്കി നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഇവിടെ ഇത്തവണ എന്തായാലും 3 ദിവസം ബാക്കിയുള്ളപ്പോൾ അത് വർക്കാവും തോന്നുന്നില്ല. ഇപ്പോൾ ഈ BJP പ്രതീക്ഷിച്ചിരുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് കുറച്ചധികം വോട്ട്, കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചധികം വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ FCRA അവതരിപ്പിക്കും എന്ന് പറഞ്ഞത്, ബില്ല് അവതരിപ്പിക്കും എന്ന് പറഞ്ഞത് മാറ്റിവെച്ചുവെങ്കിൽ പോലും അത് മൊത്തത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ മറികടക്കുക എന്നുള്ളതാവും, ഇപ്പോൾ അനന്തൻ പറയുന്ന പോലെ അത് മറികടക്കുക എന്നുള്ളതായിരിക്കും ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വീണ്ടും ആ ഒരു സംശയം, കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സംശയം നിലനിർത്തുക എന്നുള്ളത്. പക്ഷെ അത് BJP നടത്തിയാലും എത്രത്തോളം വിജയിക്കും, അതാണോ ആളുകളെ ബാധിക്കുക, അതോ ഈ അവരുടെ ഈ FCRAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളായിരിക്കുമോ, ഏതിനായിരിക്കും കൂടുതൽ ഒരു മേൽക്കൈ കിട്ടുക, ഏതായിരിക്കും കൂടുതൽ സ്വാധീനിക്കുക? അല്ല, ഏറ്റവും അവസാന നിമിഷത്തിലെ BJPയുടെ ഈ ശ്രമം അത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ തന്നെ ഇതിനകത്ത് എന്തൊരു ചർച്ച ആയാൽ പോലും അത് BJPക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ ലീഗിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പൊസിഷൻ എടുത്തിരിക്കുന്നത് ഇടതുമുന്നണിയാണ്. അപ്പോൾ അവർ ഈ സാമുദായികത പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് BJPക്ക് അത്ര കണ്ട് ഗുണം ചെയ്യില്ല. പിന്നെ BJPക്ക് ലഭിക്കാൻ പോകുന്ന ഹിന്ദു വോട്ടിനെ കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും എന്നല്ലാതെ അത് മറ്റൊരു തരത്തിൽ അത് ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി